ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇടുക്കി രൂപതയ്ക്കു പിന്നാലെ വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറി പലയിടത്തും പ്രദർശിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി സംവിധായകൻ സുദീപ് തോസൻ എത്തിയിരിക്കുകയാണ്. ദൂരദർശനിൽ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് കടുത്ത എതിർപ്പുകൾക്ക് കാരണമായിരുന്നു. ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും പരാതികളും മുഖവിലക്കെടുക്കാതെയായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചത്. കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപം നേരിട്ട ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് DD നാഷണൽ ചാനലിൽ ചിത്രം സംപ്രേഷണം ചെയ്യുകയായിരുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭകളുടെ നേതൃത്വത്തിൽ ചിത്രം പ്രദർശനത്തിനെത്തുന്നതാണ് ഇപ്പോഴത്തെ വിവാദം. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി, തലശ്ശേരി രൂപതകളും ദി കേരള സ്റ്റോറി പ്രദർശനത്തിന് എത്തിക്കുകയാണ് എന്ന വാർത്തയും പ്രചരിക്കുന്നു. യുവജന വിഭാഗം KCYM ആണ് പ്രദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് വാർത്ത. തലശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലും ചിത്രം പ്രദർശിപ്പിക്കും. വിവാദങ്ങൾക്കിടയിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ സുദീപ് തോസൻ. ദി കേരള സ്റ്റോറിയെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ സംവിധായകൻ രാജ്യത്തെ പെൺമക്കൾക്കൊപ്പം നിൽക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്കറിയാം, ദി കേരള സ്റ്റോറി ഇന്ത്യൻ സിനിമയുടെ മിക്കവാറും എല്ലാ റെക്കോർഡുകളും തകർത്തിട്ടുണ്ട്. ആഗോളതലത്തിൽ നിരവധി ഹൃദയങ്ങളെ ഈ ചിത്രം സ്പർശിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ചിത്രം റിലീസ് ചെയ്ത് 1 വർഷം പിന്നിടുമ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും വാദങ്ങളുമായി ആളുകൾ രംഗത്ത് വരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി, അദ്ദേഹം പറയുവാണ്, ഞങ്ങളിപ്പോൾ ഈ ചിത്രത്തെ വെറുക്കുന്ന പുതിയ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. കാരണം നേരത്തെ ദി കേരള സ്റ്റോറിയെ വെറുത്തവരെല്ലാം ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും വലിയ ആരാധകരായി മാറിയിട്ടുണ്ട്. സിനിമ കാണാത്ത, എന്നാൽ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്ന ചുരുക്കം രാഷ്ട്രീയക്കാരുണ്ട് എന്നതാണ് സങ്കടകരമായ കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. ദയവ് ചെയ്ത് ഈ കാലത്ത് ഏറെ പ്രസക്തിയുള്ള ഈ സിനിമയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പരിഗണിക്കാതെ ഈ സിനിമ കാണാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുന്നു. കേരള സ്റ്റോറി കാണുക, നമ്മുടെ രാജ്യത്തെ പെൺമക്കൾക്കൊപ്പം നിൽക്കുക, നമ്മുടെ രാജ്യത്തിനെതിരായ ഭീകരതയ്ക്കെതിരെ ശക്തമായി സംസാരിക്കുക. സുദീപ് തോസൻ കുറിച്ചത് ഇങ്ങനെയാണ്. അതേസമയം ദി കേരള സ്റ്റോറി കേരളത്തിലെ രൂപതകളിൽ പ്രദർശിപ്പിക്കുന്നത് സഭയുടെ മുൻ നിലപാടുകളുടെ തുടർച്ചയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാർക്കോട്ടിക് ജിഹാദ് നിലവിലുണ്ട് എന്ന് കഴിഞ്ഞ വർഷം പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിലപാടെടുത്തിരുന്നു. ലവ് ജിഹാദ് വഴി കത്തോലിക്ക പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി ഇടുക്കി മുൻ മെത്രാൻ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ 2015 നടത്തിയ പ്രസംഗം വലിയ വിവാദമുണ്ടാക്കി. ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധമില്ല എന്നാണ് വാദം. സിനിമ പ്രദർശിപ്പിച്ചതിൽ അനൗചിത്യമുണ്ടാകുമെങ്കിലും അതിൽ തെറ്റുണ്ടെന്ന് പറയാനാകില്ല എന്ന് സഭയുടെ ഔദ്യോഗിക പക്ഷത്തുള്ളവർ പറഞ്ഞു. ഇതിലൊരു രാഷ്ട്രീയവുമില്ല. ഏതെങ്കിലും കക്ഷിക്ക് വോട്ട് ചെയ്യാൻ മെത്രാന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ പോയി. മണിപ്പൂർ വിഷയമൊക്കെ വിശ്വാസികളുടെ മനസ്സിലുണ്ട് എന്നും മുതിർന്ന വൈദികൻ പറഞ്ഞു. അതേസമയം സിനിമാ പ്രദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട് അദ്ദേഹമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴെന്താണ് നടക്കുന്നത് എന്നറിയാത്ത അപക്വമതികളുടെ അവിവേകവും ആത്മഹത്യാപരവുമായ നടപടിയാണ് ഇത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി. 2014 കോൺഗ്രസ് അവിടെ പരാജയപ്പെടാനുള്ള ഒരു കാരണവും അന്ന് MP ആയിരുന്ന PT തോമസ് രൂപതയ്ക്കെതിരെ സ്വീകരിച്ച നിലപാടുകളായിരുന്നു. സിനിമാ പ്രദർശനത്തെ അപലപിച്ച പ്രതിപക്ഷ നേതാവിനെ KCBC വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പള്ളിപ്പറമ്പിൽ കയറി സതീശൻ അഭിപ്രായം പറയണ്ട എന്നാണ് അദ്ദേഹം മാതൃഭൂമിയോട് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ദി കേരള സ്റ്റോറിയുടെ പ്രമേയമെന്ന് അദ്ദേഹം പറഞ്ഞു. 2023 മെയ് 5-ാം തീയതി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം 300 കോടിയിലേറെയാണ് വരുമാനം നേടിയത്. അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ചിത്രത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് കേരളം, ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചിത്രം വലിയ സ്വീകാര്യത ലഭിച്ചില്ല. ആദ്യ ദിനം തന്നെ ഒട്ടുമിക്ക തിയേറ്ററുകൾ ഉടമകളും ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. ദി കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രത്യേകിച്ച് ഭയക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ല. ഇതിനകത്തേക്കോ മതമോ രാഷ്ട്രീയമോ കൊണ്ടുവരേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ല.
ചില മുന്നറിയിപ്പുകൾ മാത്രമാണ് ഈ സിനിമ നൽകുന്നത്. എങ്ങനെയാണ് നിമിഷ എന്ന പെൺകുട്ടി ഫാത്തിമയായത്, എങ്ങനെയാണ് അഖില എന്ന പെൺകുട്ടി ഹാദിയയായത്, എങ്ങനെയാണ് സോണിയ സെബാസ്റ്റ്യൻ എന്ന പെൺകുട്ടി, അങ്ങനെ ഓരോ പേരുകൾ, എത്രയെത്ര പേരുണ്ട് നമുക്ക് പറയാൻ. ഇവരൊക്കെ എങ്ങനെയാണ് അങ്ങനെയായത്, എന്തുകൊണ്ടാണ് അവരൊന്നും ഇന്ന് ഈ രാജ്യത്തിന് പോലും അന്യമായി തീർന്നത്, എന്തുകൊണ്ടാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ കണ്ണീരിലാണ്ടി ജീവിക്കേണ്ടി വരുന്നത് മക്കളെ നഷ്ടപ്പെട്ടിട്ട്. ഇങ്ങനെ ഒരുപാട് വസ്തുതകൾ നമുക്ക് ഈ സിനിമ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും മതവിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് വാസ്തവമുണ്ടോ ഇല്ലേ എന്നത് മാത്രമാണ് അവർ പറയേണ്ടത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ടുന്ന കാര്യം സുദീപ്തോ സെന്നിനുമില്ല, അദാശർമ്മയ്ക്കുമില്ല, ആർക്കുമില്ല. പ്രത്യേകിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഇടതനും വലതനും എല്ലാ കാലത്തും ഒരു പ്രത്യേക മതവിഭാഗത്തെ താങ്ങി നിന്ന് അവരെ ആശ്രയിച്ച് പിന്നീട് അവരുടെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് അവരുടെ വോട്ട് വാങ്ങി ജയിച്ച അധികാരത്തിൽ കയറിയിട്ടുള്ളവരാണ്. അപ്പോ അവരുടെ ഉപ്പും ചോറും തിന്നാൽ അവരോട് വിധേയപ്പെടണം, അവരോട് നന്ദി കാണിക്കണം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഈ സിനിമ ഭയപ്പെടേണ്ടതുണ്ടോ? സാധാരണക്കാരായ ആളുകളാണ് ഈ ചോദിക്കുന്നത്. ഇതിന്റെ ടൈറ്റിൽ, നമ്മുടെ ഡിബേറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയെ ആരാണ് ഭയക്കുന്നതെന്ന്. എനിക്കറിയില്ല ഇവരൊക്കെ ഇത് എന്തിനാണ് ഭയക്കുന്നതെന്ന്. കാരണം അതില് ഇങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് മതം മാറ്റുന്നവർ മാത്രം, അല്ലെങ്കിൽ ജിഹാദികൾ മാത്രം, അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ, അല്ലെങ്കിൽ മതം പണത്തിന് വേണ്ടിയിട്ട് മതം മാറ്റുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നവരെ മാത്രം മേടിച്ചാൽ മതി, അവര് മാത്രം മേടിച്ചാൽ മതി. എനിക്കറിയില്ല കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും മാത്രമാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ സിനിമയെ ഭയക്കുന്നത് എന്ന് തോന്നുന്നു. അത് കൂടെ എനിക്ക് ശ്രീ ബൽദേവ് പറഞ്ഞൊരു 3-4 കാര്യങ്ങളുണ്ട്. സിനിമയ്ക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പോസ്റ്റ് ഇട്ട ദൂരദർശനില് ദ കേരള സ്റ്റോറി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു മിനിഞ്ഞാന്ന്. അതിന്റെ താഴെ എന്നെ അബ്യൂസ് ചെയ്യാണ്, അത് മാക്സിമം അബ്യൂസ് ചെയ്യാണ്. ഇസ്ലാമിസ്റ്റുകളാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കൂടെ ലെഫ്റ്റിസ്റ്റുകളും. ഒരു പോസ്റ്റിനെ വരെ, സിനിമയെ കുറിച്ചുള്ള ഒരു പോസ്റ്റിനെ വരെ അത്രയ്ക്ക് ഭയക്കുന്നവര്. പിന്നെ സിനിമ ഭയക്കുന്ന കാര്യം പറയാനുണ്ടോ? പിന്നെ എന്റെ മാഡം, കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ എന്റെ വാപ്പയുടെ 10 തലമുറയ്ക്കപ്പുറം തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള കമന്റുകൾ ഇന്നും അതേ തന്നെ കിടപ്പുണ്ട്. ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ഇവരെന്തുകൊണ്ടാണ് പ്രകോപിതരാകുന്നത് എന്നതിന്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. പറഞ്ഞ വേറൊരു പോയിന്റ്, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചർച്ചയാക്കുന്നു, സിനിമയാക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ വളരെയധികം ഓടി ഒരുപാട് കളക്ഷൻ ഉണ്ടാക്കിയ ഒരു പടമാണ്. ഒരാള് ഗുണ കേസിൽ വീഴുന്ന ഒരു കഥയാണ്. ഒറ്റപ്പെട്ട സംഭവമല്ലേ അത്, ഒരാളാണ് വീണത് ഗുണ കേസിൽ, അതാണ് അവർ സിനിമയാക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഓടുന്ന ആടുജീവിതം, ഒരാളാണ് സൗദി അറേബ്യയിലെ ഏതോ ഒരു പിന്നെ മരുഭൂമിയില് പിന്നെ അടിമപ്പണി ചെയ്യേണ്ടി വന്ന ഒരാളുടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ അത്. അതിൽ സൗദി അറേബ്യ എന്തെങ്കിലും പ്രതികരിച്ചോ? സൗദി അറേബ്യയിലാണല്ലോ കഥ നടക്കുന്നത്. അപ്പൊ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നു, സിനിമയാക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്തുകൊണ്ട് സിനിമയാക്കിക്കൂടാ? ആരും നിയമിച്ചിട്ടൊന്നുമില്ല, അതൊരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സിനിമയാക്കി വരുന്നത്. അതേപോലെ എത്ര റിയൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ. ഒരു കുഴൽക്കിണറിലൊരു പെൺകുട്ടി വീണത്, അത് എത്രയോ പട്ടം പെൺകുട്ടി വീടുന്നുണ്ട്, അതൊരു സിനിമയാക്കി. മാളൂട്ടി എന്ന് പറഞ്ഞത് 10-25 വർഷം മുൻപ് ഒരു സിനിമ, അതെന്താ ഒറ്റപ്പെട്ട സംഭവമല്ലേ? അപ്പം അതേപോലെ എന്തുകൊണ്ട് ഈ സിനിമയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയായിട്ട് കാണാതെ അതിനെ അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് സിനിമയെ സിനിമയായി മാത്രം കാണാൻ കഴിയാത്തത്? ഒരു കഥയെ കഥയായി, ഒരു നോവലിനെ നോവലായി മാത്രം കാണാൻ കഴിയണം. ഒരു പാട്ടിനെ പാട്ടായി മാത്രം കാണാൻ കഴിയാതെ അതിനകത്തേക്ക് എന്തിനാണ് മതവും രാഷ്ട്രീയവും കൊണ്ടുവരുന്നത്? ഇതാണ് ചോദ്യം. എന്തോ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് എന്തോ ഒരു കാരണം കൊണ്ടാണ് ഭയക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗറിന്റെ ബേസിലല്ല ഈ സിനിമ വന്നെന്ന് തോന്നലുണ്ടെങ്കിൽ, if you have enough substantial evidence to support it, then why don't you go to court? അതിൽ സംവിധായകനായാലും നിർമ്മാതാവായാലും നിയമപരമായിട്ട് നേരിടും തന്നെ തയ്യാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം ഇത് കേരളത്തിന്റെ പ്രതിച്ഛായക്കും അങ്ങനെ. ഈ സിനിമ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നും കേരളത്തെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമ ഇറക്കിയതെന്നും പറയുന്ന ആളുകൾ കോടതിയെ സമീപിക്കണം.
അതെ, നിയമപരമായി യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ടല്ലോ. അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ഫാക്ട് അല്ല, ഇത് വളച്ചൊടിച്ചതാണ്. അല്ലെങ്കിൽ നമ്മള് കേരളത്തിന്റെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റീനെ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്രയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്ക് കോർട്ടിൽ പോകൂടാ? തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ എന്തുകൊണ്ട് ഫയൽ ചെയ്തുകൂടാ? അതും ചെയ്യാലോ, അതും നടക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞു ഇതിപ്പം ഈ സിനിമയില് 4 പെൺകുട്ടികളാണ്. ഈ 4 പെൺകുട്ടികളും ഇത് ഫാക്ട് ബേസ്ഡ് അല്ലാന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ ചാലഞ്ച് ചെയ്യാണ്. കാരണം മതം മാറ്റുന്ന പെൺകുട്ടി ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി, അഖിലേനെ ആരാ മതം മാറ്റിയത്? അഖിലയുടെ കോളേജിലെ ഹോസ്റ്റലിലെ റൂമിലുണ്ടായിരുന്ന ഹസീന ഫസീല എന്ന് പറഞ്ഞ 2 പെൺകുട്ടികളാണ് മതം മാറ്റിയത്. അത് ഹസീന ഫസീല എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ അവരുടെ പിതാവായ അബൂബക്കറിന്റെ സഹായത്തോടെ, ഉസ്താദുമാരുടെ ആശീർവാദത്തോടെയും അവരുടെ കൗൺസിലിങ്ങുകളോടുകൂടിയുമാണ് അഖില എന്ന പെൺകുട്ടിയെ മതം മാറ്റി റെഡിമെയ്ഡ് ഭർത്താവിനെ കൊണ്ടുവന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രങ്ങളാണ്. പദ്ധതിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യമാണ്. അഖിലയുടെ അച്ഛനോട് പോയി ചോദിക്കൂ, അശോകനോട് പോയി ചോദിക്കൂ, ആരാണ് അഖിലേനെ മതം മാറ്റിയതെന്ന്. ആ കൂടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് ആണ് അഖിലേനെ മതം മാറ്റുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. വേറെ ക്യാരക്ടർ നിമിഷ ഫാത്തിമ, ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നിമിഷ ഫാത്തിമ, ആ ക്യാരക്ടറായിട്ട് ഈ ഗീതാൻ ശാലിനി ഉണ്ണികൃഷ്ണനായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നില്ലേ? പിന്നെ വേറെ 2 പേര്, അതായത് ഒന്ന് ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ക്യാരക്ടർ. അതായത് ഈ സിനിമയും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങളുണ്ട്, ഒരുപാട് സാമ്യതകളുണ്ട്. അതായത് യാഥാർത്ഥ്യം തന്നെയാണ് ആ സിനിമ എന്നത് നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റ്യന്റെയും അഖില ഹാദിയയുടെയും ചരിത്രങ്ങൾ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അവരാണ് ഈ സിനിമയെ എതിർക്കുന്നത്. ഇപ്പം എന്തിനാണ് ഈ സിനിമയെ എതിർക്കുന്നതെന്നും ആരാണ് ഈ സിനിമയുടെ ശത്രുക്കളെന്നും നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? നന്ദി.